സാറ് ഏത് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? പക്ഷേ ആസാങ്കോട്ട സ്റ്റേഷനിലാണ് ട്രാൻസ്ഫറായി. സാറ് ട്രാൻസ്ഫർ ആയോ? അതെ, എങ്ങോട്ടാണ്? തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം സിറ്റിയിലേക്ക് സ്റ്റേഷനായിട്ടില്ല. പക്ഷേ ജോലി ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റേഷൻ അറിയാം. ശാസ്താവിലേക്ക് തിരിച്ചു വരത്തേന്നാണ് പറയുന്നത്. വിഷമം കണ്ണിൽ കാണാം. സാർ ഇന്ന് പോവും? ഒന്ന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി മേലുദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് റിലീവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം ആൾക്കാരൊക്കെ അറിഞ്ഞു സാറിന് പോകാന്നുള്ളത്? അറിയാറൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നും കൂടെ ഉള്ളല്ലേ? ഇന്നും കൂടെ ഉണ്ട്. നാളെ അവിടെ നാളെ ജോയിൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ആൾക്കാരാണ്, നല്ല കുറച്ച് സുഹൃത്തുബന്ധങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണ്. സാധാരണ കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് എല്ലാവരും പറയും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ്. പക്ഷേ ശാസ്താംകോട്ടയെ സംബന്ധിച്ചിടത്തോളം കൂടുതലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിൽക്കുന്നവരാണ്. നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു താല്പര്യം കൂടും, ആത്മാർത്ഥതയുള്ളവരാണ്. അതിൻ്റെ സന്തോഷം അവർക്കും എത്രത്തോളം സ്നേഹം. തീർച്ചയായിട്ടും നമുക്കും അവരെ വിട്ട് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പോലീസിലെ ജോലിയാണ്. പിന്നീട് എവിടെയെങ്കിലും ഒരുമിച്ച് എല്ലാവരുമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറച്ച് പേരുമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. പോലീസിലെ കാര്യമായതുകൊണ്ട് നാളെ അവർക്കും ട്രാൻസ്ഫറുകൾ തരാം. പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ഒരുമിച്ച് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഈ സാറി പോകുന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് വൈകാരികപരമായിട്ട് തന്നെ വിളിച്ച ആൾക്കാരുണ്ട്. കുറച്ച് പേരൊക്കെ അറിയുന്നവരുണ്ട്. ഇവിടെ വിളിച്ചിട്ട് സാറ് ഫോൺ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. പെട്ടെന്ന് പോകാമെന്നൊക്കെ പറയും. കുറച്ച് പേരൊക്കെ വന്ന് കണ്ടവരുണ്ട്. ഇന്നത് പോകുന്നറിയാം. തിരുവനന്തപുരത്തേക്ക് പോയാലും തിരുവനന്തപുരത്ത് വിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഒരു ഇത് തന്നെ ഏരിയ. സാറ് തിരിച്ച് ശാസ്താംകോട്ടേക്ക് വരൂ? പ്രതീക്ഷിക്കുന്നു. ഇലക്ഷൻ ട്രാൻസ്ഫർ തൽക്കാലം പോവുകയാണ്. അതിന് ശേഷം തിരിച്ച് ശാസ്താംകോട്ട ആയിരിക്കണമെന്നില്ല. ചിലപ്പം കൊല്ലം പത്തനംതിട്ട ഏതെങ്കിലും ജില്ലകളിലോട്ട് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ ശാസ്താംകോട്ട കുറവാണോ? അല്ല, ശാസ്താംകോട്ടയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതലാണ്. ലോ ആൻഡ് ഓർഡർ കൂടുതലാണ്. കമ്മ്യൂണലി സെൻസിറ്റീവായിട്ടുള്ള സ്റ്റേഷനാണ്. പെട്ടെന്നാണ് ഇഷ്യൂസ് പെട്ടെന്നാണ് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റ് സ്റ്റേഷനിൽ ഇന്നോട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങോട്ട് അത്യാവശ്യം ടൈറ്റ് സ്റ്റേഷനാണ്. സാർ ഇന്ന് ട്രാൻസ്ഫറായിട്ട് പോകുമല്ലേ? അപ്പോൾ അതിനെ പിന്നെ എന്താ പറയാനുള്ളത്? നമുക്ക് വിഷമമുണ്ട്. പക്ഷേ അത് ഭാഗം അപ്പോൾ അത് അംഗീകരിച്ചേ പറ്റൂ. പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്നെ പറ്റും. വിഷമമുണ്ട്. ഇവിടെ തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശ ആയിരിക്കുന്നത്. ഇവിടെ സാറിന് എല്ലാ ഭാഗങ്ങളും വരും. വളരെ നല്ലൊരു ഓഫീസറാണ്. കൂടെയുള്ള ഓഫീസറോട് വളരെ സ്നേഹമായ പ്രവർത്തകർ. വിഷമമുണ്ട് സാറ് പോകുന്നതിന്? എല്ലാവർക്കും വിഷമം. സ്റ്റേഷനിലിറങ്ങിയ വിഷമമാണ്. എല്ലാവരും വിഷമമുണ്ട്. നല്ലൊരു ഓഫീസറാണ്. ഇതിന് കൂടെ ഉയരങ്ങൾ എത്തട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഇത്രത്തോളം സാറിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സാർ പോയി കഴിയുമ്പോൾ ഒരുപാട് സങ്കടമല്ലേ? അതെ, സങ്കടമാണ്. സാറിൻ്റെ കൂടെ വിടുകയും കഴിഞ്ഞാലും അഭിമാനമുണ്ട്. ഉണ്ട്. സാറ് തിരുവനന്തപുരത്തേക്കാണ് ട്രാൻസ്ഫറാവും? തിരുവനന്തപുരത്തേക്കാണ്. നിങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരും ഒരേപോലെ സങ്കടപ്പെടുന്ന? അതെ. സാർ മിസ് ചെയ്യും? ഉറപ്പായിട്ടും ചെയ്യും. വേഗം തിരിച്ചു വരട്ടെ എന്നാണ് പറഞ്ഞത് ശാസ്താംകോട്ടയിലോട്ട്. ശാസ്താംകോട്ടയിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് പറയുന്നത്. വിഷമം കണ്ണിൽ കാണാം. ഏത് രാത്രി വിളിച്ചാലും ഏത് സമയം എപ്പോഴും അച്ഛയോ ആൾറെഡി ആയിരിക്കും. വിളിക്കുന്നതിന് മുമ്പ് സ്റ്റേഷനിലേക്ക് കഴിയും. പുള്ളി പോകുമ്പോൾ ഉള്ളൊരു ശൂന്യമാകുന്നൊരു വിഷമമുണ്ട്. ഒരു വിഷമം ഉണ്ടാകുമല്ലോ. ഇങ്ങനെയൊന്നല്ല, നാട്ടുകാർക്ക് നാട്ടുകാരൊരു നല്ല അഭിപ്രായം സാറിനെ പറ്റി എല്ലാ പിന്നെ ഒരു പരാതിയായിട്ട് വരുന്ന ആൾക്കാർ അവർ സന്തോഷത്തെ തിരിച്ചു പോകത്തുള്ളൂ. പരിഹാരം കണ്ടാലും ഇല്ലെങ്കിലും അവർക്ക് സന്തോഷത്തെ അവർ പോവും. കാരണം അവർ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. പോട്ട് തിരിച്ച് ഇവിടെ തന്നെ അടുത്ത ഇലക്ഷനെ നമ്മൾ പെട്ടെന്നുള്ള ട്രാൻസ്ഫർ പറഞ്ഞാൽ മുൻകൂട്ടിയൊന്നും വന്നതല്ല. ഒരു വരുന്നൊരു പ്രതീക്ഷയുണ്ട്. പോലീസിലെ കാര്യം വരും. അത് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ആരൊക്കെ ഇപ്പോൾ കാണുമെന്ന് പറയാൻ പറ്റും.